ഞാൻ പെൻഷൻ കാശ് മേടിക്കാൻ പോയിട്ട് വരുന്ന വഴി യുവറേജിന്റെ മോളത്തെ പ്രീമിയം കൗണ്ടർ അവിടെ നിന്നല്ലേ പെൻഷൻ കാശ് കൊടുക്കുന്നത്. ഫ്ലോയ്ക്ക് ചോദിച്ചു എന്ത് ചെയ്യാ തലതർച്ചോ എന്ത് ചെയ്യും? നിന്റെ ചെറുക്കൻ എന്ത് ചെയ്യുന്നു? അവൻ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി. അവൻ നശിച്ചു. അതെന്ത് വർത്താനം അമ്മാവാ പറയുന്നത്? ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്നവരല്ല നശിച്ചു പോവാണോ? എന്തോ പറയുന്നേന്നോ? ഈ ബാംഗ്ലൂർ പോയാൽ നശിക്കുന്നേ. ബാംഗ്ലൂർ പോകാതെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ പറയും. ഒരു മനസ്സ് അമ്മാവിന്റെ മോൻ ബാംഗ്ലൂരിലല്ലേ പഠിച്ചേ, എന്നിട്ട് അവൻ നശിച്ചോ? അവൻ ബാംഗ്ലൂർ പോയൊന്നും നശിക്കത്തില്ല. ഓ പിന്നെ അവൻ ഇവിടുന്ന് ഓൾറെഡി നശിച്ചാ പോയത്. ഇനി അവിടെ ചെന്ന് അവിടെ ഉള്ളവരെ നശിപ്പിച്ചു കാണും. മാമ മീനിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവര് വിരുന്നിന് വന്നിട്ട് പോയോ? അവരെ വിരുന്നിന് വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ വീടിന് പെയിന്റ് അടിക്കാനാണോ? അല്ലല്ല, കല്യാണത്തിന് വന്നവർ ചിലവന്മാര് കാലി കവർ കൊടുത്തു. ചിലര് 50 രൂപ അതിനകത്ത് വെച്ചു. അതാരാന്നേലും ഞാൻ പോകും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ചെയ്യുമോന്നോ? 190 രൂപ കൊടുത്താണ് ഊണ് ബുക്ക് ചെയ്തത്. 50 രൂപ തന്നമാരുടെ കുടുംബസമേതം വന്ന് തിന്നിട്ട് പോയി. പോയിട്ട് 140 രൂപ കുത്തിരി പിടിച്ച് ഞാൻ മേടിക്കും. ദൈവമേ, അത് ഞങ്ങളാണെന്ന് ഇങ്ങേർക്ക് മനസ്സിലായോ? അല്ല മോളെ, ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കേശവന് നല്ല വിശപ്പ്. ഇല്ല മാമ, ഇവിടെ കഴിക്കാനൊന്നും ഇരിപ്പില്ല. കഴിക്കാനൊന്നും ഇല്ലേ? എനിക്ക് ഉപവാസം ആയതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ വല്ലതും ഇരിപ്പില്ലയോ? രാവിലത്തെ കഴിച്ച് പാത്രവും കഴുകി വെച്ചു. രാവിലത്തെ ഇല്ലയോ? അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഇവിടെ കാണുമല്ലോ. ലൈറ്റ് ആയിട്ടുള്ളത് എടുക്ക്. നോക്കട്ടെ. എന്തുവാ ലൈറ്റ് ആയിട്ട് ഇപ്പൊ ഇത് രണ്ടും ഉള്ള മാവാ. നീ എന്നെ കളിയാക്കണോ? നിന്നെ ഈ കൈ ഞാൻ എടുത്ത് പറഞ്ഞു തരുന്നത് എന്നോട് ഇങ്ങനെയാണോ കാണിക്കുന്നത്? മാമ ഇങ്ങനെയാണോ പേര് പറഞ്ഞത്? ഈ മേലെ ഇവിടെ വരുന്നില്ല. നോക്കും നീ അല്ലേ? മേലെ ഇവിടെ വരത്തില്ല. ആശ്വാസമായി. ആരും വിശ്വാസമുണ്ട്. ഞാനും ഒന്നും പറഞ്ഞില്ല. പിള്ളേരുടെ വിളച്ചില് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. തേങ്ങ എങ്കിൽ തേങ്ങ. കേശവനാണ് ഇവരുടെ കളി. ചിരിച്ചിരിക്കാൻ ABC കോമഡി സബ്സ്ക്രൈബ് ചെയ്യുക.